വെൽക്കം ടു മൈ ചാനൽ ദ ലേഡി പ്രോഫറ്റ്. ഇന്നത്തെ റീഡിംഗ് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എനർജി എന്താണ് എന്നുള്ളതാണ്. അത് നെഗറ്റീവ് എനർജിയാണോ പോസിറ്റീവ് എനർജിയാണോ, നിങ്ങളെ പുറമെ നിന്ന് നിങ്ങളുടെ എനർജിയിൽ ഏതെങ്കിലും ഒരു എനർജി ഇൻഫ്ലുവൻസ് വരുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതൽ വാലിഡ് ആയിരിക്കും. കൃഷ്ണ, വിശുദ്ധ, ക്രിയ. ബോട്ടം ഓഫ് ദി ഡെക്ക് ആത്മനാണ് വന്നിരിക്കുന്നത്. ഗ്രാഫോളജി, പ്ലാന്റ് മെഡിസിൻ, ത്രോയിങ് ബോൺസ്. ബോട്ടം ഓഫ് ദി ഡെക്ക് ഡ്രീം ഇൻ്റർപ്രിറ്റേഷനാണ് വന്നിട്ടുള്ളത്. ഇതൊക്കെയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ്സ്. നിങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റീവ് എനർജി ഇൻഫ്ലുവൻസ് ഉണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ അത് കാണിക്കുന്നത് ഇല്ല എന്നുള്ളതാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ നെഗറ്റിവിറ്റിക്ക് അവൈലബിൾ അല്ല. കുറേ കാലങ്ങളായിട്ട് നിങ്ങൾ നെഗറ്റിവിറ്റിക്ക് അവൈലബിൾ ആയിരുന്നു. അതായത് പുറത്തുനിന്ന് എന്ത് നെഗറ്റീവ് എനർജി ഇൻഫ്ലുവൻസ് വന്നാലും, അത് ആളുകളിൽ നിന്ന് വന്നാലും പ്രകൃതിയിൽ നിന്ന് വന്നാലും എവിടെ നിന്നാണെങ്കിലും നിങ്ങൾ ആ ഒരു എനർജിക്ക് അവൈലബിൾ ആയിട്ടായിരുന്നു നിങ്ങളുടെ എനർജി വർക്ക് ചെയ്യുന്നുണ്ടായത്. ഇപ്പോൾ ആ ഒരു എനർജി മാറിയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഓപ്പൺ അല്ല, നിങ്ങൾ റൂട്ടഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ആ ഗ്രൗണ്ടഡ് എനർജി വരുമ്പോൾ, റൂട്ടഡ് ആയിട്ട് ഒരു ബാലൻസ് എനർജി വരുമ്പോൾ നിങ്ങളിൽ മറ്റൊരു എനർജിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. ഇത്രകാലം നിങ്ങൾ അതിനു വേണ്ടിയിട്ട് അവൈലബിൾ ആയിരുന്നു. നിങ്ങളുടെ എനർജി അവൈലബിൾ ആയി നിൽക്കുമ്പോൾ നിങ്ങളുടേതല്ലാത്ത എനർജിക്ക് നിങ്ങളിൽ ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം അത് പറ്റുന്നില്ല. അതിന് കാരണം നിങ്ങളുടെ സ്പിരിച്വൽ വർക്ക് ആണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. കാരണം ഇവിടെ വിശുദ്ധ വന്നിട്ടുണ്ട്. അത് കാണിക്കുന്നത് നിങ്ങൾ ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി, നോ പറയാൻ തുടങ്ങി എന്നുള്ളതാണ്. ഈ വിശുദ്ധ ആക്റ്റീവ് അല്ലെങ്കിൽ നമുക്ക് ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള കാര്യം നമുക്ക് ഓപ്പണായിട്ട് പറയാനോ ക്ലാരിറ്റിയോ ഒന്നും നമുക്ക് ഉണ്ടാവില്ല. മേ ബി നിങ്ങൾക്കത് ഓപ്പണായിട്ട് ഉണ്ടാവില്ല. പക്ഷേ ഇപ്പം അത് ഓപ്പൺ ആയി എന്നല്ല, അവിടെ ഉണ്ടായിരുന്ന ഒരു ബ്ലോക്ക് മാറിയിട്ടുണ്ട്. ആ മാറ്റം കൊണ്ടാണ് നിങ്ങൾക്കിപ്പം ബൗണ്ടറി വെക്കാനും അതുപോലെ നോ പറയേണ്ട അടുത്ത് നോ പറയാനും പറ്റുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ഒരു റൂട്ടഡ് ആണ്. അതായത് നിങ്ങൾ ഗ്രൗണ്ടഡ് ആയതുകൊണ്ടാണ് നിങ്ങൾക്കവിടെ നിങ്ങളായിട്ട് നിൽക്കാൻ പറ്റുന്നത്. നമ്മൾ നോ പറയാൻ പഠിക്കുക, ബൗണ്ടറി വെക്കുക എന്ന് പറയുന്നത് നമ്മളായി നിൽക്കുമ്പോഴാണ് നമുക്കത് പറ്റുന്നത്. അതല്ല നമ്മൾ ആരെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഒരു കണ്ടീഷനിലാവുക, ഈ സൊസൈറ്റി കണ്ടീഷനിലോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും കണ്ടീഷനിലാവുക എന്നുള്ളപ്പോൾ നമുക്കവിടെ നോ പറയാൻ പറ്റില്ല, നമ്മളായിട്ട് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഗ്രൗണ്ടഡ് ആയിട്ട് വന്നതുകൊണ്ട് നിങ്ങൾക്കിതൊക്കെ ഇപ്പോൾ പോസിബിൾ ആണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പുറത്തുള്ള മറ്റ് എന്ത് നെഗറ്റീവ് എനർജിക്കും നിങ്ങളിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ അവൈലബിൾ അല്ല. ആ അവൈലബിൾ എനർജി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ മറ്റാർക്കും അവൈലബിളും ആയിരിക്കില്ല. മുന്നേ ഒക്കെ നിങ്ങൾ ഒരുപാട് പേർക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവും. പെട്ടെന്ന് തന്നെ ഫ്രണ്ട്ഷിപ്പ് വരുന്നുണ്ടാവും. അങ്ങനെ റിസ്ക് ഇല്ലാതെ അവൈലബിൾ ആവുന്നൊരു വ്യക്തിയാണെന്നുള്ളൊരു ഇത് മറ്റുള്ളവർക്ക് നിങ്ങളെ കാണുമ്പോൾ തോന്നുന്നുണ്ടാവും. പക്ഷേ ഇപ്പം അങ്ങനെ മാറി അവൈലബിലിറ്റി ഇല്ലാത്ത ഒരു എനർജിയിലേക്കാണ് വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ കൃഷ്ണ എന്ന് പറയുന്ന ഒരു കാർഡ് വന്നിട്ടുണ്ട്. മജോറിറ്റി ആൾക്കാരും കൃഷ്ണ കോൺഷ്യസ്നെസ്സിലുള്ളൊരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത്. അതുമാത്രമല്ല കൃഷ്ണ ഭക്തരും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടാവും. അപ്പം നിങ്ങൾക്ക് ഈ കൃഷ്ണ കോൺഷ്യസ്നെസ്സിലുള്ള ആൾക്കാർക്ക് ആദ്യഘട്ടങ്ങളിൽ ലൈഫിൽ ഒരുപാട് പരീക്ഷണങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. കൃഷ്ണ ഭക്തർക്ക് പൊതുവേ അങ്ങനെയാണ്. ഒരുപാട് പരീക്ഷണ ഘട്ടത്തിൽ ഒരുപാട് കൃഷ്ണൻ്റെ ആ ഒരു മായ ആ ഒരു ഭക്തരിൽ പ്രവർത്തിക്കുന്നുള്ളതാണ്. അതായത് ആ ഭക്തി പരീക്ഷിക്കാൻ വേണ്ടി ആ മായ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ആ മായയിൽ സ്റ്റക്കായി പോകാതെ മുന്നോട്ട് പോകുന്നവർക്ക് പരീക്ഷണങ്ങൾ പെട്ടെന്ന് തന്നെ അതിജീവിക്കാൻ പറ്റും. അതല്ല ആ മായയിൽ കുടുങ്ങിപ്പോയി ഇതാണ് സത്യം എന്നുള്ള ആ ഒരു തിരിച്ചറിവ് വരാതെ അതിലിങ്ങനെ സ്ട്രഗിൾ ചെയ്യുകയാണെങ്കിൽ പരീക്ഷണങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരും. അപ്പോൾ ആ ഒരു ഭക്തി പരീക്ഷിക്കുന്നതും അത് മാത്രമല്ല ആ ഭക്തിയിലൂടെ നിങ്ങളെ സ്ട്രോങ് ആക്കുകയാണ് ചെയ്യുക.
അപ്പോൾ ഈ ഒരു കൃഷ്ണ എന്ന് വന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് പരീക്ഷണ ഘട്ടത്തിലൂടെ ഈ ഇടയ്ക്ക് കടന്നു പോകേണ്ടി വന്നിട്ടുണ്ടാവാം. പക്ഷെ അതൊക്കെ നിങ്ങളെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയാണ്, നിങ്ങളുടെ സോളിൻ്റെ ആ ഒരു എനർജി റീബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് ഇവിടെ വന്നിട്ടുള്ളത്. അത് മാത്രമല്ല നിങ്ങൾക്ക് ഇവിടെ ഗ്രാഫോളജി എന്ന് പറയുന്നൊരു കാർഡ് വന്നിട്ടുണ്ട്. അത് കാണിക്കുന്നത് നിങ്ങളുടേതായിട്ടുള്ള ഒരു വയറിംഗ് സിസ്റ്റം ചേഞ്ച് ആയി എന്നുള്ളതാണ്. നിങ്ങൾക്കൊരു തോട്ട് പ്രോസസ്സ് ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങളുടെ ചിന്തകൾ സെയിം പ്രോസസ്സിലായിരിക്കും പോകുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് അവിടെ തിരിച്ചെഴുതപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ ഒരു കാർഡിൽ പലതരത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും. പക്ഷേ ഇപ്പം ഞാൻ എടുത്ത ക്വസ്റ്റ്യനും ഞാൻ വായിക്കുന്ന റീഡിങ്ങും മറ്റൊരു രീതിയിലാണ് വായിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എഴുതിയത് വായിക്കുമ്പം ഇതുമായിട്ട് ബന്ധം തോന്നില്ല ഈ ഒരു കാർഡിൽ എഴുതിയത് വായിക്കുമ്പോൾ. പക്ഷേ ഈ ഓവറോൾ ആയിട്ട് എടുത്ത ഒരു എനർജിയിൽ വെച്ച് വായിക്കുമ്പോൾ നിങ്ങളുടെ സെയിം പാറ്റേൺ ഇനി റിപ്പീറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അത് റീറൈറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ തോട്ട് പ്രോസസ്സ് ചേഞ്ച് ആയതുകൊണ്ടാണ് അത് റീറൈറ്റ് ചെയ്യുന്നത്. ആ ഒരു പാറ്റേൺ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പാറ്റേൺ ലൂപ്പ് പോലെ, അതല്ലെങ്കിൽ ഒരു റിപ്പീറ്റഡ് പാറ്റേൺ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ കാണാൻ പറ്റും. ഈ പാറ്റേൺ അവിടെ കട്ട് ചെയ്യപ്പെടുന്നതായിട്ട്, ബ്രേക്ക് ആവുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആ പാറ്റേൺ നിങ്ങൾക്ക് എന്താണോ ആ പാറ്റേണിലൂടെ പഠിക്കേണ്ടത്, സെയിം പാറ്റേൺ റിപ്പീറ്റ് ചെയ്യപ്പെടുമ്പോൾ, സെയിം ലൂപ്പ് നിങ്ങളിൽ വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ആ ഒരു കാര്യത്തിൽ നിങ്ങളുടെ സോൾ ലേൺ ചെയ്യാനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ലെസൺ ലേൺ ചെയ്ത് കഴിയുമ്പോൾ ആ പാറ്റേൺ അവിടെ ബ്രേക്ക് ആവും. അപ്പോൾ ഇവിടെ കുറേ പേര് ആ ഒരു പാറ്റേൺ ബ്രേക്ക് ആക്കിയതായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു കാർഡ് ഇവിടെ വന്നത്. പിന്നെ നിങ്ങൾക്ക് പ്ലാൻ മെഡിസിൻ എന്ന് പറയുന്ന ഒരു കാർഡ് വന്നിട്ടുണ്ട്. അത് വരുന്നത് നിങ്ങളുടെ ബോഡി, മൈൻഡ്, നേച്ചർ എല്ലാം കണക്റ്റ് ആയിട്ട് വരുന്നതെന്നുള്ളതാണ്. അതായത് സ്പിരിച്വൽ ഫ്ലോട്ടിങ് സംഭവിക്കുന്നില്ല, ഓവറായിട്ടുള്ള സ്പിരിച്വൽ ഫ്ലോട്ടിങ് ഉണ്ടാവുന്നില്ല. എല്ലാം ഒരു ബാലൻസിലാണ് പോകുന്നത്. മെറ്റീരിയൽ ലൈഫും സ്പിരിച്വൽ ലൈഫും ബാലൻസിലേക്ക് വരുന്നുണ്ട്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഗ്രൗണ്ടഡ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. നിങ്ങൾ ഗ്രൗണ്ടഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് നോ പറയാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് അവൈലബിലിറ്റി എന്ന് പറയുന്ന ആ ഒരു എനർജി നിങ്ങളിൽ നിന്ന് മാറിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പം അങ്ങനെ വരുമ്പം നിങ്ങളെ ആർക്കും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഈ ഒരു കാർഡ് കാണിക്കുന്നത്. നിങ്ങളെ ആർക്കും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് മാത്രമല്ല, നെഗറ്റീവ് എനർജി നിങ്ങളിലേക്ക് വരുമ്പോൾ അത് ഗ്രൗണ്ട് ചെയ്തിട്ട് പോവുകയാണ് ചെയ്യുന്നത്. നിങ്ങളിലേക്ക് അത് ഇഫക്റ്റ് ചെയ്യുന്നില്ല. നെഗറ്റിവിറ്റി വരുമ്പോൾ, നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് നിങ്ങളെ ഇഫക്റ്റ് ചെയ്യുന്നില്ല. അത് ഗ്രൗണ്ടഡ് അല്ലാത്ത ആൾക്കാരെയാണ് നെഗറ്റിവിറ്റി ഇൻഫ്ലുവൻസ് ചെയ്യുക. അപ്പം ഗ്രൗണ്ടഡ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് നിങ്ങളെ ആ ഒരു നെഗറ്റിവിറ്റി ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്കിവിടെ പ്ലാന്റ് ഈ സമയത്ത് എന്തെങ്കിലും നിങ്ങൾ ബുദ്ധിമുട്ടുകൾ, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലാന്റ് തെറാപ്പി സജസ്റ്റ് ചെയ്യുന്നുണ്ട്. മീൻസ് ഒരു ആയുർവേദം, അതല്ലെങ്കിൽ ചില ടാപ്പ് ചെയ്യുന്ന ആ ഒരു നമ്മുടെ ബോഡിയിൽ പ്ലാന്റ്സ് കൊണ്ട് ടാപ്പ് ചെയ്യുന്ന ഒരു ചികിത്സയൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഈ സമയത്ത് നിങ്ങൾക്ക് ഗുണകരമാകുന്നുള്ളത് വന്നിട്ടുണ്ട്. പിന്നെ ത്രോയിങ് ബ്രോൺസ് എന്ന് പറയുന്നൊരു കാർഡ് വന്നിട്ടുണ്ട്. ഓൾഡ് കർമ്മ ഉണ്ടാവുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒരുപാടുണ്ടാകും. അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്തു എന്നുള്ളതാണ്. അതൊക്കെ ബ്രേക്ക് ആവുന്നുണ്ട്. ഇവിടെ ബോൺസ് ബ്രേക്ക് ആവുന്ന ഒരു പിക്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് കാണിക്കുന്നത് നിങ്ങളുടേതായിട്ടുള്ള ഫാമിലി കർമ്മ ഉണ്ടാവും. നിങ്ങൾ ഓൾഡ് സോൾ ആയിരിക്കും, കുറേ ബേർത്ത് എടുത്തിട്ട് വന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ഈ ഒരു ബേർത്തിലൊക്കെ നിങ്ങൾ എത്ര ബേർത്ത് എടുത്തിട്ടുണ്ടോ ആ ഒരു ബേർത്തിലൊക്കെ നിങ്ങൾക്ക് കുറേ കർമാസ് ക്ലിയർ ചെയ്യാനുണ്ട്. അതിൽ കുറേയേറെ കർമാസ് ഇപ്പം ക്ലിയർ ആയിട്ടുണ്ട്. അതൊക്കെ ബ്രേക്ക് ആവുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൺഫ്യൂഷൻ മാറിയിട്ട് ക്ലാരിറ്റി വരുന്നൊരു സമയമായിരിക്കും. വൈ മീ എന്നുള്ളൊരു ചോദ്യം അവിടെ ഇല്ലാണ്ടാവും. എന്തുകൊണ്ടാണ് ഞാൻ, എപ്പോഴും നിങ്ങൾ പറയുന്നുണ്ടാവും എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ, മറ്റുള്ളവർക്കൊന്നും ഇങ്ങനെ ഇല്ലല്ലോ, അങ്ങനെയുള്ള ഒരു തോട്ട്സ് നിങ്ങളിൽ വരുന്നുണ്ടാവും. ആ വൈ മീ എന്നുള്ള സംഭവം അവിടെ ഇല്ലാണ്ടായി. അതിപ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവില്ല എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ എന്നുള്ളത്. നെഗറ്റീവ് ഇൻസിഡൻസ് വരുമ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങൾ നിരന്തരം ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് തന്നെ ചോദിച്ചൊരു വ്യക്തിയായിരിക്കും, എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ, എന്തുകൊണ്ടാണ് ഞാൻ എന്നുള്ളത്, എന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ നിങ്ങൾ തന്നെ സ്വയം ചോദിച്ച ഒരു ടൈം പീരീഡ് നിങ്ങളുടെ ലൈഫിലുണ്ടാവും. അപ്പോൾ അതൊക്കെ ബ്രേക്കായി പോവുകയാണ് എന്നുള്ളതാണ് വന്നിട്ടുള്ളത്. പിന്നെ നെഗറ്റിവിറ്റി ഫീഡ് ചെയ്യുന്ന ഒരു ഇതെന്ന് വെച്ചാൽ നമ്മളിൽ സോൾവ് ആകാതെ നിൽക്കുന്ന ഫിയർ ബേസ്ഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. സോൾവ് ആകാതെ നിൽക്കുന്ന കുറേ ഇൻസിഡൻസ് നമ്മുടെ ഉള്ളിലുണ്ടാവും. ഇതൊക്കെ കൊണ്ടാണ് നമുക്ക് നെഗറ്റിവിറ്റി വരുന്നത്. ഇതൊക്കെ നെഗറ്റിവിറ്റിയാണ് അട്രാക്റ്റ് ചെയ്യുക. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിൽ ബ്രേക്ക് ആവുന്നതാണ് ത്രോയിങ് ബോൺസ് എന്ന് പറയുന്നൊരു കാർഡ് കാണിക്കുന്നത്. അതുപോലെ ഡ്രീം ഇൻ്റർപ്രിട്ടേഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് സബ് കോൺഷ്യസ്ലി എന്തെങ്കിലും മെസ്സേജ് കിട്ടുന്നുണ്ടാവും. നിങ്ങൾക്ക് ഡ്രീമിൽ എന്തെങ്കിലും മെസ്സേജ് കിട്ടുന്നുണ്ടാവും. അതുപോലെ സിങ്ക്രോണിസിറ്റി, നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ തോന്നുന്നുണ്ടാവും. ഇങ്ങനെ കിട്ടുന്ന കാര്യങ്ങളൊന്നും നിങ്ങളെ
ഭയപ്പെടുത്തില്ല, നിങ്ങൾക്കതൊരു കാംനെസ് തരുവാണ് ചെയ്യുക. നിങ്ങളെ കാമാക്കും അത്. നിങ്ങൾക്കതൊരു ഫിയർ ഉണ്ടാക്കുന്ന കാര്യമായിരിക്കില്ല നിങ്ങൾ ഡ്രീം കാണുന്നത്, നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ വരുന്നത്. സിങ്ക്രോണിസിറ്റി പോലെയൊക്കെ നിങ്ങൾക്ക് മുന്നിൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ ഭയപ്പെടുത്താത്ത കാര്യങ്ങളാണ് ഇനി ഉണ്ടാവുക. അതായത് നിങ്ങൾക്കൊരു നല്ലൊരു കാമായിട്ട് നിങ്ങളെ ശാന്തമാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ഇൻറ്റ്യൂട്ടീവിലൊക്കെ മനസ്സിലാക്കാൻ പറ്റുക. അതിൻ്റെ മീനിങ് തേടി പോകണ്ട എന്നുള്ളതാണ്. കാരണം അത് നിങ്ങളെ ഹീൽ ചെയ്യുന്നതാണ്. അപ്പോൾ മീനിങ് തേടി പോകുമ്പോൾ പിന്നെയും നിങ്ങൾ ആ ഒരു പഴയ സെയിം ലൂപ്പിലോട്ടേക്ക് പോകും. അപ്പോൾ ഡ്രീം കാണുക, സിങ്ക്രോണിസിറ്റി കാണുക, ഇൻറ്റ്യൂട്ടീവ്ലി കാര്യങ്ങൾ എന്തെങ്കിലും കിട്ടുക, ഇതൊന്നും തേടി പോകരുത്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഒന്നിൻ്റെയും ഉത്തരം തേടി പോകേണ്ട. ആൻസർ തേടി പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലം എന്ന് വെച്ചാൽ സെയിം ലൂപ്പിൽ തന്നെ പെട്ടുപോകും. ബ്രേക്ക് ആവേണ്ട കാര്യങ്ങൾ ബ്രേക്ക് ആവില്ല. കാരണം ഈ സമയത്ത് നിങ്ങളിൽ പല കാര്യങ്ങളും ബ്രേക്ക് ആവുന്ന സമയമാണ്, അതവിടെ സ്റ്റക്കായി പോകും. അതുകൊണ്ട് നിങ്ങളിൽ പല കാര്യങ്ങളും സംഭവിക്കും, സ്വപ്നത്തിൽ വരും. അതിൻ്റെ ഒന്നും അർത്ഥങ്ങൾ തേടിയിട്ടോ ഒന്നും നിങ്ങൾ പോവേണ്ട ആവശ്യമില്ല. ബോട്ടം ഓഫ് ദ ഡെക്ക് ആത്മൻ വന്നതുകൊണ്ട് ഈ ഒരു കാർഡ് കാണിക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സമയത്തിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ്. കാരണം നമ്മൾ ലേബിൾ ചെയ്യുന്നതുണ്ട്. ബിക്കോസ് നമ്മളെ ലേബൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇന്ന ആളാണ്, നമ്മൾ ഇന്ന ആളുടെ മകളാണെന്നോ അല്ലെങ്കിൽ മകനാണെന്നോ, ഇന്ന ആളുടെ വൈഫ് ഓ ഹസ്ബൻഡ്, അല്ലെങ്കിൽ ഇന്ന ഒരു പൊസിഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളെ ലേബൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് നമ്മളെ ശരീരത്തെയാണ് ലേബൽ ചെയ്യുന്നത്. ആ ശരീരത്തെ ലേബൽ ചെയ്യുന്നതിനപ്പുറം നമുക്ക് ഒരു വ്യക്തിത്വമുണ്ട്. അതായത് പുറമേ ഉള്ള നമ്മുടെ വേഷങ്ങൾക്കോ നമ്മുടെ പദവി എന്തായാലും ആ പദവികൾക്കോ അപ്പുറം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ മാറ്റമില്ലാത്തൊരു ചൈതന്യം ഉണ്ട്. ഈ ആത്മ എന്ന് പറയുന്ന കാർഡ് ഒരു വ്യക്തിൻ്റെ ഏറ്റവും ഉയർന്ന അവസ്ഥയെ കാണിക്കുന്നതാണ്, ആഴത്തിലുള്ള സത്യത്തെ കാണിക്കുന്നത്. ഓരോ വ്യക്തിക്കും അവരവരുടേതായിട്ടുള്ള ആഴത്തിലുള്ളൊരു സത്യം ഉണ്ടാകും. ആ സത്യം എന്ന് പറയുന്നത് നമ്മുടെ വേഷങ്ങൾക്കോ പദവികൾക്കോ അപ്പുറം ഒരു മനുഷ്യൻ്റെ ഉള്ളിലെ ഒരു മാറ്റമില്ലാത്ത ഒരു ചൈതന്യമുണ്ട്. ആ ഒരു ചൈതന്യത്തെയാണ് ഇവിടെ ആത്മ എന്ന് പറയുന്ന ഒരു കാർഡ് കാണിക്കുന്നത്. അതായത് ഉന്നതമായിരിക്കുന്ന അവബോധം. അതായത് നമുക്കെല്ലാവർക്കും സാധാരണ ചിന്തകളായിരിക്കും, സാധാരണ വികാരങ്ങളായിരിക്കും. അതിനും അപ്പുറം നമുക്ക് പ്രപഞ്ച സത്യത്തെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയുണ്ട്. ആ മാനസികാവസ്ഥ അച്ചീവ് ചെയ്യുന്ന സമയത്താണ് ഈ ആത്മ എന്ന് പറയുന്ന ആ ഇത് ഉണരുന്നത്. അത് ഉണരുമ്പോഴാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം മനസ്സ് പൂർണ്ണമായിട്ട് ശാന്തമാകുന്ന ഒരു സമയത്ത് മാത്രം ലഭിക്കുന്ന ഒരു തിരിച്ചറിവാണ് ആ ഒരു ആത്മ എന്ന് പറയുന്ന ആ ഒരു കാർഡ് കാണിക്കുന്നത്. നമുക്ക് ചൈൽഡ്ഹുഡ് തന്നെ നമ്മുടെ ഉള്ളിൽ പലതരത്തിലുള്ള ഭയങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ടാകും, പലതരത്തിലുള്ള സംശയങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ടാകും. ഇതിൽ നിന്നൊക്കെ മോചനം നേടുന്ന ഒരു സമയം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ ആ സമയത്താണ് നമ്മൾ സ്വന്തം ശക്തി എന്താണെന്ന് തിരിച്ചറിയുന്നത്, നമ്മൾ ആരാന്ന് തിരിച്ചറിയുന്നത്. നമ്മളിൽ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റം നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സിസ്റ്റത്തെ നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നതും ഒക്കെ ഈ ഒരു സമയത്താണ്. അപ്പോഴാണ് നമുക്ക് ഈ കാണുന്നത് മാത്രമല്ല അതിനപ്പുറത്തും എന്തൊക്കെയോ ഉണ്ട് എന്നുള്ളൊരു കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പം പലതരത്തിലുള്ള ഭയം, സംശയം ഇതിനെല്ലാം നമ്മൾ അതിജീവിച്ച് മുന്നോട്ടേക്ക് പോകുമ്പോഴാണ് ആ ഒരു ആന്തരികമായിട്ട് നമ്മളിൽ ആ ഒരു ശക്തി ഉണരുന്നത്. അതുപോലെ അതൊരു പ്രകാശത്തിൻ്റെ പ്രതീകമാണ്. അതായത് നമ്മളെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്ന യാത്രയാണ് ഈ ഒരു കാർഡ് മീൻ ചെയ്യുന്നത്. നമുക്ക് പലതരത്തിലുള്ള ക്ലാരിറ്റി ഇല്ലായ്മ പല കാര്യങ്ങളിലും നമ്മുടെ ലൈഫിൽ ഉടനീളം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ എല്ലാറ്റിൻ്റെയും യഥാർത്ഥ രൂപത്തിൽ നമുക്ക് കാണാൻ തുടങ്ങുന്നൊരു സമയമുണ്ട്, നമുക്ക് കാണാൻ കഴിയുന്നൊരു സമയമുണ്ട്. അപ്പോൾ ആ സമയത്തെയാണ് ഈ ആത്മം കാണിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ക്രിയ എന്ന് പറയുന്ന ഒരു കാർഡ് വന്നിട്ടുണ്ട്. അത് കാണിക്കുന്നത് നമ്മുടെ പൂർണ്ണതയിലേക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്ന എന്തും, നിങ്ങൾ ഉപാസകരായിരിക്കാം, സാധകരായിരിക്കാം, അല്ലെങ്കിൽ യോഗ പരിശീലിക്കുന്ന ആൾക്കാരായിരിക്കാം. എന്തായാലും നിങ്ങളുടെ പൂർണ്ണതയിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്താണോ പ്രവർത്തിക്കുന്നത് ആ പ്രവൃത്തിനെയാണ് ഇവിടെ ക്രിയ കാണിക്കുന്നത്. അതായത് നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ടാവും. അത് നമ്മൾ കോൺഷ്യസ്ലി നമ്മൾ അവബോധത്തോടെയാണ് നമ്മളത് ചെയ്യുന്നതെങ്കിൽ അതൊരു ക്രിയയാണ്. അതല്ല ഇത് ചെയ്യണമല്ലോ എന്ന് കരുതിയിട്ട് ചെയ്യുന്നതാണെങ്കിൽ അത് ക്രിയയല്ല. അതേസമയം നിങ്ങളെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളെപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഉപാസനയാണെങ്കിൽ അത് ക്രിയയാണ്. അതേസമയം നിങ്ങളെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളത് കുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് നിങ്ങളെ അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഒരു ഉപാസന തന്നെയാണ്, അതും ഒരു മെഡിറ്റേഷനാണ്. പലപ്പോഴും നമ്മൾ കരുതുന്നതെന്ന് വെച്ചാൽ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് നമ്മളെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപാസന ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് സാധന ചെയ്യണം, യോഗ, മെഡിറ്റേഷൻ ഇതൊക്കെ ചെയ്യണം എന്നുള്ളതാണ്.
ബട്ട് ഇതിൻ്റെയൊക്കെ ഒരു ആവശ്യം വരുന്നതെന്ന് വെച്ചാൽ ആദ്യഘട്ടങ്ങളിലാണ്. നമ്മുടെ തെറ്റിദ്ധാരണ മാറുന്നത് എപ്പോഴാണോ, അതായത് നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യവും നമ്മൾ കോൺഷ്യസ്ലി നമ്മൾ അവബോധത്തോടെയാണ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നമ്മളെ കണ്ടെത്താൻ പറ്റും. നമ്മൾ ചെയ്യുന്നത് നമ്മളിൽ ഒരു അവബോധം വെച്ചിട്ടാണ്, ആ ഒരു ബോധത്തിലിരുന്നു കൊണ്ടാണ് നമ്മൾ ഏത് പ്രവൃത്തിയും ചെയ്യുന്നതെങ്കിൽ അതെല്ലാം ഒരു ക്രിയയായിട്ടാണ് വരിക. അപ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കുന്നത്, ആ ക്രിയ എന്ന് പറയുമ്പം നമ്മൾ പൂർണ്ണരാക്കാൻ വേണ്ടി, നമ്മളറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് കാര്യം ചെയ്താലും അതൊരു ഉപാസന തന്നെ ആയിരിക്കണം എന്നില്ല. ഏതും കുക്കിംഗ് ആയാലും നമ്മൾ വർക്ക് ചെയ്യുന്നതാണെങ്കിലും എന്താണെങ്കിലും അത് അവബോധത്തോടെ ചെയ്യുമ്പം അത് ക്രിയയായിട്ട് മാറുക ചെയ്യുന്നത്, അതൊരു മെഡിറ്റേഷനായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അത് പരിശീലിച്ച് വരുമ്പോൾ 24 മണിക്കൂർ നമ്മൾ മെഡിറ്റേഷനിലായിരിക്കും ഉണ്ടാവുക. നമ്മൾ ആ ചെയ്യുന്ന കാര്യം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യഘട്ടങ്ങളിലൊക്കെ നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള വ്യായാമങ്ങൾ ചെയ്യും, ശ്വസന രീതികൾ ചെയ്യും, മുദ്രകൾ ചെയ്യും. ഇതൊക്കെ ആദ്യഘട്ടമാണ്. ഇതൊക്കെ നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങൾ ഇല്ലാണ്ടാക്കുകയാണ് ചെയ്യുക. ഇത് മാറി നമ്മൾ ആ ക്ലാരിറ്റിയിൽ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും ക്രിയയാണ്, അത് അവബോധത്തോടെ ചെയ്യുമ്പോഴാണ് അത് ക്രിയയായിട്ട് മാറുന്നത് എന്നുള്ളത്. അപ്പം നമ്മളിത് ചെയ്യുമ്പോൾ നമ്മുടെ ഊർജ്ജത്തിൻ്റെ ഫ്ലോ അവിടെ കറക്റ്റായിട്ട് വരുവാണ് ചെയ്യുക. ലൈഫ് ഫോഴ്സ് എനർജി കറക്റ്റായിട്ട് വരും. അപ്പോഴാണത് ക്രിയേൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ആ ലൈഫ് ഫോഴ്സ് എനർജീൻ്റെ ഒരു ഫ്ലോ ആണ്. പതഞ്ജലി മഹർഷിയുടെ യോഗസൂത്ര പ്രകാരം തപസ്, സ്വാധ്യായം, ഈശ്വര സമർപ്പണം ഇവ 3 ചേരുമ്പോഴാണ് ക്രിയായോഗം നടക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് കൃഷ്ണ എന്ന് പറയുന്ന കാർഡ് വായിച്ചപ്പോൾ വിട്ടുപോയൊരു കാര്യം എന്ന് വെച്ചാൽ അൺകണ്ടീഷണൽ ലവ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് നിരുപാധിക സ്നേഹം എന്നുള്ളൊരു ഇതിലേക്ക് വരേണ്ട ആൾക്കാരാണ്. ഗീതയിൽ പറയുന്നുണ്ട് നിഷ്കാമ കർമ്മം ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് വരേണ്ടവരാണ്. ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമായിരിക്കും ഫലം ഇച്ഛിക്കാതെ പ്രവൃത്തി ചെയ്യുക എന്ന് പറയുന്നത്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലെവലിലേക്ക് വരേണ്ട ആൾക്കാരായതുകൊണ്ട് ഇവിടെ ചിലർക്ക് സാരഥി എന്നുള്ള റോളിൽ കൃഷ്ണൻ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് എന്ന് വെച്ചാൽ പരീക്ഷണ ഘട്ടങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം അവരൊരു 0 പോയിന്റിൽ നിൽക്കുന്ന സമയത്താണ് ഈ സാരഥി എന്ന് പറയുന്ന റോളിൽ വരിക. അതുവരെ കൃഷ്ണ ഭക്തരാണെങ്കിൽ അവിടെ പരീക്ഷണങ്ങൾ ഉണ്ടാവുന്നതാണ്. പക്ഷേ ഈ സാരഥി എന്ന് പറയുന്ന റോളിൽ വരുമ്പോൾ അവിടെ പരീക്ഷണങ്ങൾ കഴിഞ്ഞ ഘട്ടത്തിലാണ് കൃഷ്ണൻ അങ്ങനെ വരാറ്. അപ്പോൾ ആ ഒരു ഇതിലിവിടെ വന്നിട്ട് കാണിക്കുന്നുണ്ട്. ചിലർക്ക് അങ്ങനെയായിരിക്കാം കൃഷ്ണൻ വന്നിട്ടുള്ളത്, ആ ഒരു കോൺഷ്യസ്നെസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റീഡിങ്. നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് റീസണേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ക്ലെയിം ചെയ്യാം.